മെയ് 17 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ പാസ്കൽ ബൈലോൺ, വിശുദ്ധ അന്ത്രോണിക്കൂസ്, വിശുദ്ധ ജൂനിയാസ്, വിശുദ്ധ എഡ്രിയോ, വിശുദ്ധ വിക്ടർ, വിശുദ്ധ ബെസില്ല, വിശുദ്ധ കാത്താൻ, വിശുദ്ധ ഹെറാഡിയൂസ്, വിശുദ്ധ പോൾ, വിശുദ്ധ അക്വിലിനൂസ്, വിശുദ്ധ മായിൽ ഡുൾഫ്. വിശുദ്ധ പാസ്കൽ ബൈലോൺ 1590-1592 കാലഘട്ടത്തിലാണ് വിശുദ്ധ പാസ്കൽ ബൈലോൺ ജീവിച്ചിരുന്നത്. വിശുദ്ധ കുർബാനയുടെ സംഘടനകളുടെയും കോൺഗ്രസുകളുടെയും മധ്യസ്ഥനായ വിശുദ്ധ പാസ്കൽ ബൈലോൺ സ്പെയിനിൽ അരഗേണിൽ തോറെ ഹോർമോസൈനിൽ 1540 പെന്തക്കുസ്ത തിരുനാൾ ദിവസം ജനിച്ചു. സ്പാനിഷ് ഭാഷയിൽ പെന്തക്കുസ്ത തിരുനാൾ പരിശുദ്ധാത്മാവിന്റെ പാസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ പാസ്കൽ എന്ന പേര് ശിശുവിന് നൽകി. ഭക്തരായ മാതാപിതാക്കന്മാർ ശിശുവിനെ ആദ്യം പഠിപ്പിച്ച വാക്കുകൾ ഈശോ, മറിയം, യൗസേപ്പ് എന്നായിരുന്നു. കുഞ്ഞിനെ അമ്മ ആദ്യം പള്ളിയിലേക്ക് കൊണ്ടുപോയ ദിവസം അവൻ മുഴുവൻ സമയവും സക്രാരിയിലേക്കാണ് നോക്കിയിരുന്നത്. ഭാവിയിൽ സക്രാരിയോടുണ്ടാകാൻ പോകുന്ന സ്നേഹമൊക്കെ ആ പ്രഥമ സന്ദർശനത്തിൽ തന്നെ പ്രകടമാക്കി. 8 വയസ്സ് മുതൽ അവൻ തന്റെ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ തുടങ്ങി. അവന്റെ വടിയുടെ പിടിയിൽ ദൈവമാതാവിന്റെ ഒരു സ്വരൂപം കൊത്തിയിരുന്നു. ആടുകളെ മേയ്ക്കുമ്പോൾ അവന്റെ ചിന്ത ഇടവക ദേവാലയത്തിലെ സക്രാരിയിലേക്ക് സ്വയമേവ തിരിഞ്ഞു പോയിരുന്നു. ആടുകൾ മേച്ചിൽ സ്ഥലത്തിൽ എത്തിയ ഉടനെ വടി ഒരു സ്ഥലത്ത് കുത്തി നിർത്തും. അതവന്റെ കൊച്ചു പള്ളിയായി. ദിവസം തോറും പാസ്കൽ വിശുദ്ധ കുർബാന കണ്ടിരുന്നു. ഒരിക്കൽ അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള മണി അടിക്കുന്നത് കേട്ടു. അപ്പോൾ അവൻ തീവ്രമായ ഭക്തിയോട് അപേക്ഷിച്ചു, കർത്താവെ, ഞാൻ അങ്ങയെ കാണട്ടെ. ഉടനെ ഒരു പ്രകാശം വീശുന്നതും ഒരു സ്വർണ്ണ കാസയുടെ മേൽ തിരുവോസ്തി ഉയർന്നു നിൽക്കുന്നതും പാസ്കലിന് ദർശിച്ചു. ഈ ദൃശ്യ അനുഭവങ്ങൾ പാസ്കലിനെ ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ആനയിച്ചു. ഒരു സന്യാസ സഹോദരൻ എന്ന നിലയിൽ മാതൃകാപരമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ദരിദ്രരോട് ക്രിസ്തുനാഥനോട് എന്ന പോലെ അദ്ദേഹം പ്രവർത്തിച്ചു. ആത്മശ്രേഷ്ഠൻ ഇങ്ങനെ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി, ഇത്ര മധുരശീലനും അതേസമയം കഠിന ഹൃദയനുമായി വേറൊരാളെ കണ്ടിട്ടില്ല. മറ്റുള്ളവരോട് അദ്ദേഹം മധുരമായി പെരുമാറും, തന്നോട് തന്നെ എത്രയും കഠിനമായി പ്രവർത്തിക്കും. സക്രാരിയുടെ മുമ്പിൽ പലപ്പോഴും അദ്ദേഹത്തെ സമാധിയിലാണ് ദർശിച്ചിരുന്നത്. ദിവ്യ പൂജയ്ക്ക് ശുശ്രൂഷിക്കാനുള്ള പാസ്കലിന്റെ താല്പര്യം നിമിത്തം ചില ദിവസങ്ങളിൽ 8-10 ദിവ്യ പൂജയ്ക്ക് അദ്ദേഹം ശുശ്രൂഷിച്ചിരുന്നു. ഒരു ദൗത്യ നിർവഹണത്തിനായി ഫ്രാൻസ് സന്ദർശിച്ചപ്പോൾ കാൽവിനിസ്റ്റുകൾ വിശുദ്ധ കുർബാനയോട് പ്രദർശിപ്പിച്ചിരുന്ന അനാദരവ് പാസ്കൽ നേരിട്ട് മനസ്സിലാക്കി. ഫ്രാൻസിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ദിവ്യകാരുണ്യ ഭക്തി ഒന്നുകൂടി വർദ്ധിച്ചു. 1592 പെന്തക്കുസ്ത ദിവസം ആശ്രമത്തിലെ പ്രധാന ദിവ്യപൂജയുടെ സമയത്ത് തിരുവോസ്തി ഉയർത്തിയ വേളയിൽ ആ ദിവ്യബലിയോട് ചേർന്ന് പാസ്കലിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർന്നു. 1690 അലക്സാണ്ടർ 8 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് വിളിച്ചു. 1597 ലയോ 13 മാർപ്പാപ്പ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെയും കോൺഫ്രറ്റേറിറ്റീസിന്റെയും മധ്യസ്ഥനെന്ന് വിശുദ്ധ പാസ്കലിനെ പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം. ആത്മരക്ഷയിൽ തൃഷ്ണയുള്ളവന് 3 ഹൃദയങ്ങൾ ചേർന്ന ഒരേ ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ദൈവത്തോട് പുത്ര നിർവിശേഷമായ ഒരു ഹൃദയം, അയൽക്കാരോട് മാതൃഹൃദയം, അവനവനോട് ന്യായാധിപ ഹൃദയം. വിശുദ്ധനായ പാസ്കൽ ബൈലോണെ ലോകത്ത് ദിവ്യകാരുണ്യ ഭക്തി വർദ്ധിക്കുന്നതിനും ദിവ്യകാരുണ്യത്തോട് അതിരറ്റ സ്നേഹം എല്ലാവരിലും ഉണ്ടാകുന്നതിനും വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.